12 വർഷത്തിലൊരിക്കൽ മാത്രം നടന്നിരുന്ന മാമാങ്കുത്സവത്തിന് എത്ര ചാവേർപ്പടകളെയാണ് കൊന്ന് കിണറ്റിനകത്ത് കുഴിച്ചു മൂടിയതെന്നറിയോ? അപ്പോൾ പറഞ്ഞുതരാം. എല്ലാവർക്കും നമസ്കാരം. മലപ്പുറം ജില്ലയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ മാത്രം നടന്നിരുന്ന മഹാമംഗം അഥവാ മാമാങ്ക മഹോത്സവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ജനങ്ങൾക്ക് തമ്മിൽ ഒത്തുചേരാനും കച്ചവട ആവശ്യങ്ങൾക്കും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുമായിരുന്നു പ്രധാനമായിട്ടും മാമാങ്കം നടന്നിരുന്നത്. 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന മാമാങ്ക മഹാ ഉത്സവത്തിന് അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറിച്ച് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ കച്ചവടത്തിനായിട്ട് ഇവിടെ എത്തിയിരുന്നു കേട്ടോ. വള്ളുവനാട്ടിലെ രാജാവായിരുന്ന വള്ളുവ കോനാദിയെയും സൈന്യത്തെയും തോൽപ്പിച്ച് തിരുനാവായയുടെ അവകാശം പിടിച്ചെടുത്ത കോഴിക്കോട് രാജാവായിരുന്ന സാമൂതിരിയുടെ പ്രധാന ഉദ്ദേശം മാമാങ്ക നടത്തിപ്പാവകാശം സ്വന്തമാക്കുക എന്നതായിരുന്നു. കളരിപ്പയറ്റുകളും കലാപരിപാടികളും ആനപ്പുറപ്പാടുകളും രാജകീയ ചടങ്ങുകളും നടന്നിരുന്ന സാംസ്കാരിക ഉത്സവമായിരുന്ന ഈ മാമാങ്കം ഏകദേശം AD 1755 അവസാനമായി നടന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മാമാങ്കത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമാക്കിയത് ഇതൊന്നുമല്ല, മറിച്ച് ചാവേർപ്പടകളുടെ കഥകളാണ്. തിരുനാവായയുടെ അധികാരം പിടിച്ചെടുക്കാനായി വള്ളുവനാട്ടിന്റെ ഭാഗത്തുനിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ധീരയോദ്ധാക്കളായിരുന്നു ചാവേർപ്പടകൾ. ചാവേർ യോദ്ധാക്കൾ സാമൂതിരിയെ വധിച്ച് തിരുനാവായയുടെ അവകാശം തിരിച്ചു പിടിക്കാൻ ജീവൻ വരെ പണയം വെച്ച് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ മിക്ക യുദ്ധങ്ങളിലും അവർ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ചാവേർപ്പടയുടെ കഥകളാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായി കിടക്കുന്നത്. ചങ്ങമ്പള്ളി കളരി, പഴുക്കാമണ്ഡപം, മണിക്കിണർ, നിലപാട് തറ, മരുന്നറ എന്നിങ്ങനെയുള്ള മാമാങ്കത്തിലെ മറ്റ് സ്മാരകങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് പറയാം കേട്ടോ.